ഒക്കെ ആയി. എടാ മോനെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം പരിചയപ്പെടുത്താൻ പോണ്. കാരണം ഇത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ലേറ്റ് ആക്കണ്ട, വാ. ഇതാണ് ഗ്രീൻ ജോബിന്റെ ഒരു ഓഫീസാണ്. ഇവിടെ ഞാൻ വന്ന കാരണം ചോദിച്ചാല് ഇതൊരു വലിയ ഓഫീസാണ്. കേരളത്തിലെ നമ്പർ 1 ദുബായ്, ഗൾഫ് അങ്ങനെ പല രാജ്യങ്ങളിലെ ജോലി അന്വേഷിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പൊ നമ്മള് സാറിനെ പരിചയപ്പെടാം. ഓക്കെ, ഇവിടെയാണ് സാറിന്റെ ഓഫീസ്. ഇപ്പൊ നമ്മളെ അവിടെ പോയിട്ട് സാറായിട്ട് സംസാരിക്കുക, ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, പിന്നെ പുറത്ത് പോകാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്. ഓക്കെ, അപ്പൊ എല്ലാരും ശ്രദ്ധിച്ച് നോക്കാം. ഹായ് സാർ, ഇതാണ് നമ്മുടെ സാറ്. അപ്പൊ ഈ ഗ്രീൻ ജോബ് പറയുന്ന ഒരു വലിയ ഒരു സംഭവമാണ്. അപ്പൊ ഇതിനെ പറ്റി ചിലവർക്ക് കുറെ അറിയില്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ സാറിന് ചോദിക്കാം. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ജോബ് അന്വേഷിക്കുന്നത്. ഇവിടെ ശരിക്കും ചോദിച്ചാല് ഗൾഫില് എങ്ങനെ പല പല രാജ്യങ്ങളിൽ പോണ ആൾക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു വീഡിയോ. അപ്പൊ താല്പര്യമുള്ളവർ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് അവർക്ക് കൊടുക്കുക. കാരണം അവർക്ക് ഒരു ഉപകാരം പെട്ടിട്ട്. അപ്പൊ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം അല്ലെ ഷാലുക. ഇവിടുത്തെ ഞാന് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ടേ ഞാൻ കുറെ ഇങ്ങനെ ഫോളോ ചെയ്ത ശേഷം നിങ്ങളുടെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്ത ശേഷം എനിക്ക് മനസ്സിലാവുന്നത് ഇത് ഒരു അക്കൗണ്ട് ആണ് ഇങ്ങനെ ജോലിക്കാർക്ക് പണി ലഭിക്കുന്നതല്ല അല്ലെ. അതായത് കേരളത്തിന് പുറത്തു പോണ അവർക്ക് ജോലി അന്വേഷിക്കുക, പെട്ടെന്ന് ഗൾഫ് പോയിട്ട് നല്ലൊരു വരുമാനമുള്ള ജോലികൾ ചെയ്യാം അല്ലെ. ഇന്ത്യന്റെ പുറത്ത് അങ്ങനെ ഗൾഫ്, ദുബായ്, സൗദി, കുവൈറ്റ് ഒക്കെ ഇഷ്ടമുള്ള സ്ഥലത്തിൽ പോവാ. പക്ഷെ നമുക്ക് എങ്ങനെയാണ് ആള് പരിചയപ്പെടുന്നത്, എങ്ങനെയാണ് ആള് പുറത്തു പോകുന്നത്. അതായത് നിങ്ങളുടെ ഓഫീസിലാണോ വരണോ, അല്ലെങ്കിൽ ഫോൺ കോളിലാണോ സംസാരിച്ചിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്, എങ്ങനെയാണ് ഇതിന്റെ നമ്മൾ ചെയ്യുന്ന രീതിയിൽ കേരളത്തിൽ വേറെ ആരും ചെയ്യുന്നില്ല. അതായത് ഒന്നാമത് ഈ റിക്രൂട്ട്മെന്റ് മേഖല പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര സംശയപരമായ ഒരു മേഖലയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ജോലി അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ആർക്കൂടെ കടന്നു വരാം. അത് ഇന്ത്യയിൽ നിന്ന് ഏത് സ്റ്റേറ്റിൽ നിന്ന് ആളുകൾക്ക് ഇവിടെ വരാൻ വേണ്ടി പറ്റും. 18 വയസ്സായിരിക്കണം, ഒരു 45 വയസ്സിന്റെ ഉള്ളിലായിരിക്കണം എന്നാണ് നമ്മളൊരു കണ്ടീഷൻസ്. അവരുടെ എഡ്യൂക്കേഷൻ വലിയ വിഷയമൊന്നുമല്ല. നമ്മളെപ്പോഴും പറഞ്ഞത് നിങ്ങളെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ച് ജോലി കിട്ടുന്നതാണ്. അപ്പൊ ഇവിടെ വരുമ്പോ ആളുകൾക്ക് പ്രത്യേകിച്ച് ബയോഡാറ്റ, ഫോട്ടോ, പേയ്മെന്റ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ കടന്നു വരാം. വന്നു കഴിഞ്ഞപ്പോ നമ്മൾ കണ്ട പോലെ ഒരുപാട് കമ്പനികൾ ഇവിടെ ഇന്റർവ്യൂ നേരിട്ട് വരും. അപ്പോൾ അവരോട് സംസാരിച്ചിട്ട് അവര് കഴിവ് മനസ്സിലാക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ഇന്റർവ്യൂ കൊടുക്കുക ചെയ്യും. ഇന്റർവ്യൂ കൊടുത്തിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കമ്പനികളുടെ വിസയൊക്കെ അവർ ഫ്രീ ആയിട്ട് കൊടുക്കും. നമ്മൾ സർവീസ് ചാർജ് മാത്രം വാങ്ങിക്കും, അത് ജോലി കിട്ടിയ ശേഷം മാത്രം. ഇങ്ങനെ ഒരു സ്ഥാപനം നമുക്ക് കേരളത്തിൽ വളരെ കുറവാണ്. അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സിലുള്ള ആൾക്കാർ അതർ സ്റ്റേറ്റിൽ നിന്നൊക്കെ, നമുക്ക് കേരളത്തിലെ കൂടുതൽ ആൾക്കാരുള്ളത്, മറ്റു സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ കടന്നു വന്നു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റും കേട്ടോ. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും ഉള്ളത് നമുക്ക് ജോലി ആവശ്യമുള്ളവർക്ക് മാത്രം കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ ഓഫീസിൽ വരണാണെങ്കിലും വേറെ ഇവിടെ ചെലവൊന്നുമില്ല. പക്ഷെ ജോലി കിട്ടിയതിന് ശേഷം വിസ, പാസ്പോർട്ട് ഇതൊക്കെ സെറ്റാക്കിയ ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലിക്ക് പോകാം. പക്ഷെ ഞാൻ ഇത് പറയുന്നത് ശരി മലയാളിന് മാത്രമില്ല, എല്ലാ ഹിന്ദിക്കാർക്കും. കേരളത്തിൽ നിൽക്കുന്ന കുറെ ഭായിമാരും ഉണ്ട്, നമ്മളുടെ ഹിന്ദിക്കാരും ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ കഷ്ടപ്പെടുന്നത്. നിങ്ങളൊക്കെ പുറത്ത് ഗൾഫ് പോകാനാണെങ്കിൽ നമുക്ക് ഷാലു സാറിനെ പരിചയപ്പെടാൻ കൊടുത്തു. അപ്പൊ ഇവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. കാരണം ഇവിടെ 100% സെക്യൂരിറ്റി ഉണ്ട്. കാരണം ചോദിച്ചാല് നിങ്ങൾക്ക് പുറത്ത് പോയി ജോലി ചെയ്യാം. അവിടെ വേറെ ഏജൻസി ഇല്ല, ഇവിടെ ഏജൻസി ഉള്ളത്. കാരണം ചോദിച്ചാല് ഇവിടെ ഗവൺമെന്റ് രജിസ്ട്രേഷൻ ആണ്. ചില അങ്ങനെ ഏജന്റ് ഉണ്ട്, രജിസ്ട്രേഷൻ ഇല്ല. പിന്നെ നമ്മള് ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൊടുക്കും. ഒരു പനി പറഞ്ഞിട്ട് വേറൊരു പനി ചെയ്യിപ്പിക്കും. അങ്ങനെ കുറെ ഇതുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് എല്ലാ സേഫ്റ്റി കൊടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി ജോലിക്ക് വിടും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അവിടെ ജോലി ചെയ്യാം. പക്ഷെ ഇതിനേക്കാളും കൂടുതൽ അറിയുകയാണെങ്കിൽ നമ്മുടെ താഴെ കൊടുത്ത് അക്കൗണ്ടുകളിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അറിയുകയാണെങ്കിൽ തന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ മറക്കരുത്, ആർക്കാണ് ഗൾഫിന് പോകാൻ ആവശ്യം പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക. താങ്ക് യു.